ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 80 ശ്ലോകം 6, 7, 8. തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരൈവ പരാത്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്യൈ വാദാന്മണിം ഗഹനാശയഃ വ്രീളാകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്തേയദാഹ കഥയാഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുർമണിമാജഹാര ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേ സശങ്കൈവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിശിക്ഷിതദാർത്തരാഷ്ട്രം തദനു സഹ ഖലു വ്രീളാ ലോലഃ വിലോല ലോചനാം ദുഹിതരം അഹോ ധീമാൻ ഭാമാൻ ഗിരാ ഏവ പര അർപ്പിതാം അദിത മണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാൻ അപി പ്രമുദിത മനാഹ തസ്യ ഏവ ആദാത് മണിം ഗഹന ആശയഃ വ്രീളാ ആകുലാം രമയതി ത്വയി സത്യഭാമാം കൗന്തേയ ദാഹ കഥയാ അഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേയ കൃതവർമ്മ ഗിരാ നിപാത്യ സത്രാജിതം ശതധനുഃ മണിം ആജഹാര ശോകാത് കുരൂൻ ഉപഗതാം അവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയഃ താം രത്നേ സശങ്ക ഇവ മൈഥില ഗേഹം ഏത്യ രാമോ ഗദാം സമശിശിക്ഷത ദാർത്തരാഷ്ട്രം. പദം. ഹരേ കൃഷ്ണ. 5ാவது ശ്ലോകത്തില് ജാംബവാൻ തന്നോട് പുത്രിയാന ജാംബവതിയെയും സെമന്തകത്തെയും കൊടുത്ത കൃഷ്ണർ അത് എടുത്തത് നേരെ സത്രാജിത്തിட்ட போனார் அப்படின்னு பார்த்தோம். அதுக்கப்புறம் ததனு அதுக்கப்புறம் தீமான் சஹாகலு വ്രീളാലോലഹ. இந்த புத்திசாலியாக சத்ராஜித்து ஆனால் அவன் என்னாச்சு വ്രീളാലോലഹ ரொம்ப ലജ്ജയായി എടുത്തു. ഭഗവാനെ പറ്റി വേണ്ടാത്തതെന്ന് ചെന്നൈനെ കൃഷ്ണനായിരിക്കും സെമന്തകം എടുത്തതെന്നെല്ലാം ചൊല്ലിവിട്ടേനെ அப்படின்னு ரொம்ப ലജ്ജ വന്നത്. വിലോല വിലോചനാം ഗിര അവരെന്നായിരുന്ന തന്നോട് വാക്കുകൊണ്ട് ഏവ പരാർപ്പിതാം ദുഹിതരം ഭാമാം നേരത്തെ സത്യഭാമയെ ശതധന്വാ ചൊല്ലിയിട്ട് ഒരാൾക്ക് കല്യാണം പണി കൊടുക്കറഞ്ഞില്ലിരുന്ന അതിലേന്ത് മാറി അപ്പൊ കൃഷ്ണർക്ക് സത്യഭാമയെ കൊടുക്ക പോറ മണിനാ സാർത്ഥം തുഭ്യം അതിത അഹു ശതധന്വാക്ക് കല്യാണം പണി കൊടുക്കറേന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നതിലേന്ത് മാറി തന്നോട് പുത്രിയാന സത്യഭാമയും അത് സെമന്തകമണിയും രണ്ടയും കൃഷ്ണർക്ക് ദാനം പണ്ണറ. അഹോ ചിത്രം. ரொம்ப അതിശയമായിരിക്കും. സാധാരണ ഗതിയിൽ ഒരു വാക്ക് ചൊല്ലി നിശ്ചയിച്ചാൽ എന്താ വാക്കിലേന്നും മാറമാട്ടെ. ഇന്നത്തെ കാലം പോലെ അല്ല അന്നേക്ക്. അതിലേന്നും മാറി കൃഷ്ണർക്ക് കാരണം താൻ ചെയ്തത് അത്ര പെരിയ തപ്പാ പോച്ചെന്ന് അവർക്കൊരു മനസ്താപം. അപ്പോൾ அந்த മനസ്താപം മാറത്തുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് കൊടുത്താനാ കൃഷ്ണർ സെമന്തകത്തെ മാത്രം എന്നാൽ ശരി വെച്ചുങ്കോലി കൊടുത്താനാ വാങ്ങിക്കല് ആനാലോ. അപ്പം എന്നാമതൊരു അവരെ ഇത് വെച്ചിക്കണമേ ഒരു അവരെ പറ്റി വേണ്ടാത്തത് ചൊല്ലി പരത്തവും ചെയ്താച്ച് ഇനി എന്നാ ചെയ്യരുത് அப்படின்னு சொல்லிட்டு பொண்ணையும் சேர்த்து கன்னியாதானம் பண்ணதுக்கு ரெடியானார்.
ഗഹനാശയ ഭവാൻ അഭി. കൃഷ്ണருக்கு എല്ലാം തെരിയും. அதனால அப்படி இருந்த அந்த கிருஷ்ணர் அப்படி லப்யம் சமேத்ய பிரமுதிதமனாக தஸ்ய ஏவம் மணிம் அதாது. அந்த സത്യഭാമയെ സ്വീകരിച്ച ഞാൻ സത്യഭാമയെ ഭഗവാന് നേരത്തെ മനസ്സുകൊണ്ട് പ്രാർത്ഥന പണിയിരുന്ന ഞാൻ ഭഗവാനെ ഉങ്ങളെത്താൻ കല്യാണം വേണ്ടിപ്പം ചൊല്ലിയിരുന്ന അത് സത്യഭാമയെ സ്വീകരിക്കാൻ വേണ്ടിത്താൻ ഇതെല്ലാം ചെയ്താൽ. അപ്പോൾ സത്യഭാമയെ സ്വീകരിച്ചിട്ട് കന്യാരത്നത്തെ സ്വീകരിച്ചാൽ എന്നിട്ട് സെമന്തകത്ത് തിരുപ്പി കൊടുത്തുവിട്ടാൽ സത്രാജിത്ത്. അത് പലതരത്തിൽ അതോടെ അർത്ഥങ്ങൾ ചൊല്ലുക. ഇത് സത്രാജിത്ക്ക് ഒരേ ഒരു പെണ്ണും മാത്രം സത്യഭാമ. അപ്പം ഇത് സെമന്തകം സത്രാജിത്തിട്ട് ഇരുന്നാലും കുഞ്ഞനാ കഴിഞ്ഞാൽ അത് സത്യഭാമയ്ക്ക് വര വേണ്ടിയിരുന്നു. സത്യഭാമയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് കൃഷ്ണർക്കുള്ളത് തന്നെ. അപ്പോൾ അപ്പടി அதனால ഇപ്പോൾ വാങ്ങിനെന്നുള്ള പേരും വേണ്ട, എന്നാൽ കടയ്ക്കുകയും ചെയ്യും. അന്തമാതിരി ചെയ്താരാ അപ്പടിയും നനയ്ക്കലാം. അല്ല തനക്ക് ഒരു ചീത്തപ്പേര് വന്നത് ഇനി അതിലേന്ത് ഞാൻ ഇതൊക്കെ തിരുമ്പി വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹം എടുത്തുനിന്ന് തിരുമ്പി പോനാൽ അപ്പടിയെന്ന് ചൊല്ല വേണ്ട. ഭഗവാനാഹ ന മണിം പ്രതിച്ഛാമോ വയം നൃപ തവാസ്താം ദേവ ഭക്തസ്യ വയം ച ഫലഭാഗിനഃ. എന്താ സത്രാജിത്തോട് രത്നത്തെ അവർ സൂര്യദേവൻ എത്രയും പൂജ പണി തപസ് പണി വാങ്ങിനതാക്കും. അത് നമ്മൾ വാങ്ങിന്ന് പോക വേണ്ട അപ്പടിന്ന് ചൊല്ലി തിരുമ്പി കൊടുത്താൽ അപ്പടിയുള്ള രീതിയിലേയും എടുക്കല. അതിനത് ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിന സ്വത്ത് വേറൊരാളത് സ്വീകരിക്ക വേണ്ടിയ ആവശ്യമില്ല എന്ന് കൃഷ്ണനിക്ക് കാട്ടിക്കൊടുക്കല. എന്നാലും കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധം ഇല്ല. പിന്നെ ആപത്തുകൾ അത് ആദ്യമേ അതൊക്കെ വേണ്ടിയിട്ടൊക്കെ സത്രാജിത്തിലെ കേട്ടാരെന്താ രാജാട്ട കൊടുത്തുള്ളൂ. ഇത്രയും വലിയ ഇത് ദിനം 8 ഭാരം സ്വർണം അത് കൊടുക്കും ചെല്ലറ. അത്രയും ഉങ്ങളുടെ പൈസ ഇരുന്നാനാ അത് ആപത്താക്കും, ജീവനക്ക് തന്നെ ആപത്താക്കും. ഇല്ല ഒരുപാട് സ്വർണമെല്ലാം ഇരുന്ന് തന്നെ ഇവ ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയപ്പോൾ അതിൽ വെച്ചൊക്കെ മാട്ടം. അതേമാതിരി അത് രാജാട്ട കൊണ്ട് കൊടുത്തുള്ളൂ അപ്പടിന്ന് ചൊല്ലി അന്നേക്ക് കേട്ടാർ കൃഷ്ണർ അനാ മാട്ടേന്ന് തന്നെപ്പോൾ പെശാക്കി വിട്ടുവിട്ട്. ഇനിയിപ്പോൾ എന്നെ വെറുതെ പാക്കലാം. ത്വയി വ്രീളാകുലാം സത്യഭാമാം രമയതി. ഭഗവാൻ എന്താ സത്യഭാമയെ സന്തോഷമാ കുട്ടിന്ന് പോനാൽ ആത്തൊക്കെ പോയി സെമന്തകമണിയെ തേടിന്ന് പോനാൽ തിരുമ്പി വന്നപ്പോൾ 2 രമണീമണികളെയും കൂട്ടിന്നാക്കും മരപ്പെട്ടത് ജാമ്പവതിയും സത്യഭാമയും. അതാ കൗന്ദയ അതെല്ലാം കഴിഞ്ഞ് കൊഞ്ചനാ കഴിഞ്ഞപ്പോൾ സത്യഭാമയിട്ടെന്ത് അപ്പോൾ എന്ത് സത്രാജിത്തിട്ട് കല്യാണം പണി കൊടുക്കറേന്ന് ചൊല്ലി വാക്ക് മാറിയല്ലോ ഭഗവാൻ കൃഷ്ണർക്ക് കല്യാണം പണി കൊടുക്കുക. അപ്പോൾ സത്രാജിത്ത് എന്നാ പണ്ടാന്ന 2 പേരാ അവനെ പോട്ട് നീ ഇപ്പടി ചെയ്താനില്ല, നീ ഇരിക്കെ സത്രാജിത്തിട്ട് പോയിട്ട് പകരം കേൾക്കണം, അവനെ നിഗ്രഹിക്കണം. സെമന്തകം എനിക്ക് വേണം ചൊല്ലി കേള് നീ അപ്പടിന്നെല്ലാം ചതതന്നുവ പിരികേറ്റട. ആരെല്ലാം നമുക്കത് അക്രൂരനും കൃതവർണ്ണാണ്. ഇവ 2 പേരും കൂടി ചതതന്നുവ തിരുപ്പി ചൊല്ലണം. ഉനക്ക് കിടക്കേണ്ടതല്ലോ സത്യഭാമയെ. സത്യഭാമയെ അങ്ങോട്ട് കല്യാണം പണി തറഞ്ഞ് ചൊല്ലിയിരുന്നല്ല. അപ്പം സത്യഭാമയെ കല്യാണം പണിനാ അന്ത സെമന്തകമണി ഉനക്ക് കിടക്കേണ്ടതല്ലോ. അപ്പോൾ ദിവസവും എത്ര സ്വർണം കിടക്കും? അതെല്ലാം പില്ലായിക്ക് അയച്ച് പത്യം. അപ്പോൾ നീ സത്രാജിത്തെ പോയി കേൾക്കണം. നീ സത്രാജിത്തെ നീ ചെയ്തത് ശരിയാല് എനിക്ക് കല്യാണം പണി തറയും ചൊല്ലിയിട്ട് എങ്ങോട്ട ഒരു വാർത്ത കൂടി കേൾക്കായ്ക്ക് നേരെ നീ കൃഷ്ണൻ്റെ കല്യാണം പണി കൊടുത്തില്ല. അത് ശരിയല്ല, നീ പോയി കേള് അപ്പടിന്ന് ചൊല്ലി പല പ്രാവശ്യം ഇപ്പടി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഒരു നാളേക്ക് ശതധന്യ നേരെ പോറാൻ തൂങ്ങിന്തിരിക്കപ്പെട്ട സത്രാജിത്തെ പോയി വധം പണി വിടാൻ. എന്നിട്ട് അത് സെമന്തകത്തെ കൈക്കിൽ എടുത്തുനിന്ന് വന്നു. അന്ന സമയത്തിൽ ഭഗവാൻ എന്നെ പണ്ടായിരുന്ന പാണ്ഡവാള പാക്കറത്തേക്ക് പോയിരിക്കും. അരക്കില്ലത്തിൽ പാണ്ഡവാള എല്ലാം പോട്ട് അങ്ക അരക്കില്ലത്തെ ഇതായ ചെരിയ വിട്ടയച്ച് അവ അങ്കില്ല വെന്തു പോയാച്ച് അപ്പടിന്നെല്ലാം ചൊന്നപ്പോൾ കൗന്ദേയ ദാഹകഥയാ എന്താ കൗന്ദേയനും കുന്തിയും കുന്തിപുത്രന്മാരുമെല്ലാം ദഹിച്ചു പോയാച്ച് അപ്പടിங்கிற കഥയെ കേട്ടപ്പോൾ അങ്ക രാമരും കൃഷ്ണരും പോയിരിക്കാം. അന്ത സമയത്തിലെ അത് ഇങ്ങ എന്താ
ശതധന്വാ പോയി സത്രാജിത്ത് വധം പണ്ണപ്പെട്ടത്. ഹി ശതധനുഹു ഗാന്ധിനേയ കൃതവർമ്മഗിര സത്രാജിതം നിപാത്യ മണി ആചഹാര. അതിലെന്ത് അക്രൂരനും കൂടി പെട്ടാറെ. അക്രൂരൻ പരമഭക്തനാക്കും. നേരത്തെ പാത്തോ നമ്മൾ അക്രൂര സ്തുതിയെല്ലാം പാത്തോ. അക്രൂരൻ அந்த கிருஷ்ணரை பார்க்க முடியாதா சொல்லி அப்படி ഭഗവാനെயே മനസ്സിൽ നനച്ചിന്ത് സദാ നനച്ചിന്തിരിക്കപ്പെട്ട அந்த അക്രൂരൻ അവരും இப்படி ഒന്നൊക്കെ കൂട്ട് നിൽക്കാറേ. ഹി അപ്പടിന്നൊരു വാർത്ത എങ്ക കഷ്ടം അതിശയമായിരിക്കും. ഇപ്പടി അവർ പോയി ഇതിൽ പോയി പെട്ടാരെ. ഇന്നത്തെ നാല് നമ്മൾ നല്ല ആളുകളുമായി സത്സംഗത്തിൽ പോനാനാൽ അന്ന സത്സംഗത്തോട് വഴിക്ക് തിരിയുവും. നടുവിൽ ദുഷ്കർമ്മം ചെയ്യപ്പെട്ട ആരോടാவது കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സറിയായിക്ക് അതൊക്കെ തിരിച്ചു കയറും. അപ്പം അതിലെ പോഹായിക്ക് സദാന്ത ഭഗവൻ നാമാചൊല്ലടത്തുക്കും സത്സംഗത്തുക്കും മനസ്സ് തയ്യാറായിരിക്കണം എപ്പോഴും. അത് അപ്പടി വിവാ കൂട്ടുകൂടി അത് അക്രൂരരും അതിലെ പോയി പെട്ടുവിട്ട. ശോകാത് കുരൂൻ ഉപഗതാം. അങ്ങ പോയി ഇവാളോട് അപ്പ പോയിട്ടാര് അപ്പടിന്ന് വലിയ സത്യഭാമ നേരെ പോറ. പിതൃവധ ദുഃഖത്തെ പോയി രാമകൃഷ്ണന്മാരുടെ ചൊല്ലറ. ഉപഗതാം അങ്ങ പോയി ഹസ്തിനപുരത്തിലെ പോയി ചൊല്ലർത്തെ കാന്താം അവലോക്യ. സത്യഭാമയെ പാത്തിട്ട് എന്നാച്ച സത്യഭാമയെ നീ സത്യഭാമയെ നന്നാ തേരെല്ലാം അങ്ങോട്ടു തേരോട്ടിന്ന് സ്വയം പോറാ കൃഷ്ണേട്ട. നാം പോയി കുട്ടിന്ന് പറയാൻ കൃഷ്ണർക്ക് വന്ന് എനിക്ക് എന്നാക്കും കാരണം കണ്ടുപിടിക്കട്ടെ ചൊല്ലിയിട്ട് പോവാ. കൃഷ്ണ സത്യഭാമയെ കണ്ടോണ്ട് എന്നാ ചെല്ലി കേക്കറ. ദ്രുതം ശതധനും ഹത്വ. ഉടനെ സത്യഭാമയോട് എന്നോട് അപ്പാവ് ഇന്നമാതിരി വധം പണിയിരിക്ക അപ്പടിന്ന് എന്നതും സത്യഭാമ അഴത് പാക്കറതെ കൂടെ കൃഷ്ണര് വളരാറാം. ലോകനീതി അതാക്കുമോ ദുഃഖം വന്നു കഴിഞ്ഞാൽ അന്തമാതിരി അവാകൂടെ ചേർന്നത് നമ്മൾ മഴണമെന്നില്ല. ആകെ ഭഗവാൻ ഒരേ ഒരു വാട്ടി ഞാൻ ഭഗവാനോട് കണ്ണിലെന്ത് കണ്ണുനീര് വന്ന് എത്ര കഷ്ടപ്പെട്ട് കൽത്തുവാങ്കിൽ ജനിച്ച കാട്ടാളൻ വധിക്കും വരെ മുഴുവൻ ദുഃഖങ്ങളാക്കും. ജനിച്ചെന്നൊക്കെ കൊണ്ടുപോയാച്ച് അമ്മേട്ടെ അപ്പാട്ടേന്ന് മാറ്റി അങ്ക പോയി കഴിഞ്ഞ് അങ്ക വളർന്നു വന്നാണ് എല്ലാവരും കള്ളൻ ചൊല്ലിക്കൂപ്പെട്ട. എന്ന കള്ളൻ എന്താ ചോരണേന മനസ്സൻ എടുത്തുകൊണ്ട് പോയിട്ടാരാം. അതേമാതിരി അങ്ങിൽ കേട്ട പാല് വെണ്ണയിലെല്ലാം എടുത്തുകൊണ്ട് പോകാനാരും. അത് കഴിഞ്ഞെന്താ രാധയെ ரொம்ப അത്യധികം പ്രിയമായിരുന്ന രാധയെ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് വന്നത്. അപ്പോഴും തന്നെ അത്രയും എല്ലാവരോടും മനസ്സിലെല്ലാം സങ്കടം കൊടുത്തിട്ട് പോകാനാണ്. അപ്പോൾ സദാ അപ്പടി ഒരു ഇതാനാലും കൂടി ഒരു വട്ടി കൂടി കണ്ണിലെന്ത് തണ്ണി വന്നിട്ടില്ല. ഇപ്പം മാത്രം എന്താ കുചേലനെ പാത്തപ്പോൾ മാത്രം താൻ കണ്ണിലേന്ത് തണ്ണി വന്നതാണ്. എന്തുകൊണ്ടോ ശൗരി കരഞ്ഞിട്ടുള്ളൂ. ശരിയാണ് മനസ്സിലേന്ത് ദുഃഖം കാരണം കണ്ണിലേന്ത് തണ്ണി വന്നത് എന്താ കുചേലനെ പാത്തപ്പോൾ മാത്രം തന്നെ. അപ്പടിയുള്ള കൃഷ്ണൻ ഇന്ത്യ സത്യഭാമയെ സന്തോഷിപ്പിக்கிறதுக்கு വേണ്ടി ഓലിട്ട് ചത്തം പോട്ട് ഇഴറാനാ. കണ്ണ വേറെ പൊത്തി പിടിച്ചെന്താ ഇഴറാൻ. എന്നത് കണ്ണിലേന്ത് തണ്ണി വറതില്ലേ, ചത്തം മാത്രം എന്നാ മറന്നു. അപ്പടി അതെല്ലാം കഴിച്ച് താം സമഹർഷേഹ. അപ്പോൾ ഭഗവാനും കൂടെ അഴത് പകർന്ന് സത്യഭാമി അഴാതെങ്കോ ഇനി അടുത്തത് കാര്യം പാക്കണ്ടാന്നാ നിങ്ങളിപ്പടി അഴുകുന്നിരുന്നാ. സത്യഭാമിക്ക് സന്തോഷം വച്ച് സമഹർഷേഹ സന്തോഷം വച്ചു വിടറ. ബലരാമൻ പാത്തപ്പോൾ ആകെ അതിശയമായിരിക്കാൻ. എന്നത് ഇത് കൃഷ്ണൻ ഇപ്പടി ചത്തമ്പോട്ട ഇഴറാരല്ലേ പാത്തിട്ട് രത്നേ സശങ്ക. രാമനിക്ക് എന്താ സെമന്തകവുമായിട്ട് എന്നോ സന്ദേഹമിരിക്കും. മുതലേ ഇരുന്നത് കൃഷ്ണ കാണലേ എല്ലാം ചൊല്ലി പാത്താരന്നേക്ക്. ഇപ്പം പാത്തച്ചാൽ എന്താ സെമന്തകം കാണർത്തിക്കില്ലേ ചൊല്ലുക. അപ്പ ശതധന്വാവ് വധം പണിയാച്ച് കാര്യം അങ്ങ് കൃഷ്ണരില്ലാട്ടാലും ഇതൊക്കെയുള്ള എന്നോ കൃഷ്ണർക്ക് കയ്യുണ്ടോ അപ്പടിന്ന് സന്ദേഹം തോന്നിത്താൻ രാമർക്ക്. സശങ്ക ഇവ അതുമാതിരി ശങ്കയുള്ളവനെ മാതിരി ശങ്കയുണ്ട് ചൊല്ലേ മാതിരി മൈഥില ഗേഹം ഏത്യ. കൃഷ്ണ നീ പോയി എങ്കിൽ എന്നാക്കെന്ന് വെച്ചാൽ പാത്ത് ചെയ്തേക്കോ. ഞാനെന്താ മിഥില രാജധാനിക്ക് പോറേൻ. മിഥിലാപുരിയിൽ കൊഞ്ച നാളേക്ക് പോയി ഇരിക്ക പോറേൻ. അപ്പടിന്ന് വലിയിട്ട് പോയി അങ്ങ് പോനിടത്തിൽ ഓരോ പ്രാരബ്ധങ്ങൾ വന്നു ചേരപ്പെട്ടത് ഇവിടെയും കൃഷ്ണരെ സംശയിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ലേ. അപ്പടിയെ പോനാ പോരുമാരുണ്ട്. നേരെ അങ്ങ് പോയി
அங்கே போன இடத்துல ധാർത്തരാഷ്ട്രം ഗതാം സമശിക്ഷത. ദുര്യോധന ഗതയുദ്ധം പഠിപ്പിച്ച് അങ്ങ് ദുര്യോധനക്ക് ഗുരുവായി മാറേണ്ടി വന്നത് ബലരാമനുക്ക് அப்படின்னு சொல்லு. ഹരേ കൃഷ്ണ.